ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ കൂട്ടുകാരെ, ഒരു ദിവസം കൂടി നല്ല ദൈവം നമ്മളെ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾക്ക് ഒന്നിച്ച് നന്ദി പറയാം, അല്ലേ? 10ാം ക്ലാസ്സിൻ്റെ പാഠങ്ങളിലൂടെയുള്ള നമ്മളുടെ സഞ്ചാരം ഇന്ന് 13ാമത്തെ പാഠത്തിൻ്റെ 2ാം ഭാഗത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം ഓർക്കുന്നത് ആദ്യത്തെ പാഠം നമ്മളെടുത്ത അവസരവും അത് ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ ടി വിയിലൂടെയൊക്കെ കണ്ട നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, ക്ലാസ് എടുത്ത എൻ്റെ മാനസികാവസ്ഥ, ഇതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞു പോയല്ലേ? നമ്മളെല്ലാം അനുദിനം പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നല്ല ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാമല്ലേ? ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈശോയുടെ വചനങ്ങൾ കൂടി പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ തീഷ്ണതയെ ഞാൻ കൃത്യമായിട്ടും തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സാറ് തരുന്ന ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. നിങ്ങളുടെ അധ്യാപകരൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഹോംവർക്കിൻ്റെ കാര്യമൊക്കെ സാറിനോട് സംസാരിക്കാറുണ്ട്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി കാണിക്കുന്ന ഈ തീഷ്ണത ഭാവിയിലും ഈശോയെ പഠിക്കാനും ഈശോയെ അനുകരിക്കാനും നല്ല വിശ്വാസത്തിൽ വളരാനുമൊക്കെ മുതൽക്കൂട്ടാകട്ടെ എന്ന് സാറ് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. പ്രിയ കുട്ടികളെ, നമ്മൾ 13ാമത്തെ പാഠത്തിൽ എൻ്റെ 1ാം ഭാഗത്താണല്ലോ നമ്മൾ കണ്ടുമുട്ടിയത്, അല്ലേ? കഴിഞ്ഞ ആഴ്ച കണ്ടുമുട്ടി നമ്മൾ. എന്തായിരുന്നു ആ പാഠത്തിൻ്റെ പേരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഒരിക്കൽ കൂടി നമ്മൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം, അല്ലേ? പ്രേഷിത പ്രവർത്തനം, പ്രേഷിതത്വം സമർപ്പിത ജീവിതത്തിലൂടെ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിനു മുമ്പ് നമ്മൾ കണ്ടത് കുടുംബ പ്രേഷിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ വൈദികരെക്കുറിച്ചൊക്കെ കണ്ടു, അല്ലേ? വൈദികരുടെ പ്രേഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ സമർപ്പിതരുടെ പ്രേഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് 1ാമത്തെ ഭാഗത്തിൽ കണ്ടത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ 2-3 കാര്യങ്ങൾ അതിൽ സ്പർശിച്ചു പോയിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, അല്ലേ? നിങ്ങൾ പഠിച്ചിരുന്നോ അത്? എന്തായിരുന്നു നമ്മൾ ആദ്യം കണ്ട പോയിൻ്റ്? സമർപ്പിത ജീവിതം സഭയിലെന്ന് നമ്മൾ ആദ്യത്തെ ഹെഡിങ്ങിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനു മുമ്പ് നമ്മൾ കണ്ടത് 2 കഥാപാത്രങ്ങളെ നമ്മൾ ആ പുസ്തകത്തിൽ കണ്ടുമുട്ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരൊക്കെയാണെന്നത്? ഇസ്രായേലിലെ പുരോഹിതനായിരുന്ന ഏലിയെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സാമുവൽ പ്രവാചകൻ്റെ കുട്ടിക്കാലവും നമ്മൾ കാണുകയുണ്ടായി. സാമുവൽ പ്രവാചകനെ എങ്ങനെയാണ് കർത്താവ് വിളിച്ചത്? ആ വിളിക്ക് പ്രത്യുത്തരം നൽകിയ സാമുവൽ പ്രവാചകൻ പിന്നീട് ആദ്യം കുട്ടിയായിരുന്ന സാമുവൽ പ്രവാചകൻ വളർന്ന് പ്രവാചകനായി മാറിയതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ പ്രത്യേകമായി വിളിക്കുന്നവരാണ് സമർപ്പിതരാകുന്നത്. ഈശോയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നവരെ ഈശോ പ്രത്യേകമായി വിളിക്കുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. പിന്നെ നമ്മൾ കണ്ടത് സമർപ്പിത ജീവിതം സഭയിൽ എങ്ങനെയാണ് ഉണ്ടായതെന്നാണല്ലേ? എവിടെയായിരുന്നു അത് ഉത്ഭവിച്ചത്? ആരായിരുന്നു അതിന് കാരണഭൂതൻ എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. AD 3ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലാണ് സന്യാസ ക്രിസ്തുമതത്തിൽ വേര് പിടിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഈജിപ്താണ് ക്രൈസ്തവ സന്യാസത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്ന് നമ്മൾ കാണുകയുണ്ടായി. നിങ്ങളിത് വൺ വേർഡായിട്ട് പഠിക്കണമെന്ന് സാറ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുകയാണ്. വിശുദ്ധ അന്തോണീസാണ് ഏകവാസ സന്യാസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ സമർപ്പിത ജീവിതത്തിൻ്റെ സാരാംശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് സമർപ്പിത ജീവിതത്തിൻ്റെ സാരാംശം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു നിർവചനം പഠിച്ചിരുന്നു. എന്തായിരുന്നു ആ നിർവചനം എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കർത്താവായ മിശിഹായോടും മനുഷ്യകുലത്തിലെ ഓരോ അംഗങ്ങളോടും ഉള്ള സ്നേഹം മൂലം നടത്തുന്ന ആത്മദാനമാണ് സമർപ്പിത ജീവിതം എന്നുള്ളൊരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുകയുണ്ടായി. മനോഹരമായൊരു ഡെഫിനിഷൻ. കർത്താവായ ഈശോയോടും ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള അവരോടുള്ള സ്നേഹം മൂലം അവർ നടത്തുന്ന ആത്മദാനം, സമർപ്പിതർ നടത്തുന്ന ആത്മദാനമാണ് സമർപ്പിത ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടിയും അതുപോലെ ഈശോയ്ക്ക് വേണ്ടിയും ജീവിക്കുക എന്നുള്ളതാണ് സമർപ്പിത ജീവിതത്തിൻ്റെ സാരാംശം എന്ന് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് 3 വ്രതങ്ങളെക്കുറിച്ചാണ്. സമർപ്പിതരെടുക്കുന്ന 3 വ്രതങ്ങളെക്കുറിച്ചാണ്. ദാരിദ്ര്യം, അനുസരണം, അതുപോലെ തന്നെ ബ്രഹ്മചര്യം. ഈ 3 വ്രതങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. സമർപ്പിതരുടെ പ്രേഷിത പ്രവർത്തനം, അതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. എങ്ങനെയാണ് സമർപ്പിതർ സഭയിലും സമൂഹത്തിലും പ്രേഷിതരായി മാറുന്നതെന്നും എങ്ങനെയാണ് അവർ പ്രേഷിത പ്രവർത്തനം നടത്തുന്നതെന്നും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. പ്രിയ കുട്ടികളെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ 1ാമത്തെ ഭാഗത്ത് കണ്ടുവച്ചത്. 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വിവിധ പ്രേഷിത പ്രവർത്തന മാർഗങ്ങളാണ്. ആരുടെ? സമർപ്പിതരുടെ വിവിധ പ്രേഷിത പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾക്കൊരു നിമിഷം പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു
ബൈബിൾ വചനം വായിച്ച് നമുക്ക് ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാമല്ലേ? എല്ലാവരും എണീറ്റ് നിൽക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അനുദിനം നീ സമൂഹത്തിലും സഭയിലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദാനങ്ങളെ ഓർത്ത് നിന്നോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. തീഷ്ണതയുള്ള അനേകായിരം സമർപ്പിതരാണ് ഇന്ന് നമ്മളുടെ സഭയെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ ദൈവവിളികൾ നമ്മുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകുന്നതിനും നല്ല ബോധ്യങ്ങളുള്ള കുഞ്ഞുങ്ങളായി മാറുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. ഈശോയെ സ്നേഹിക്കുവാനും അവൻ്റെ മാർഗം പിന്തുടരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾക്ക് ഇന്ന് നൽകപ്പെടുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 35 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളാണ്. എന്താണ് നമ്മളോട് ഇന്ന് ഈ വചനത്തിലൂടെ ഈശോ പറയുന്നത് എന്ന് നമ്മൾക്ക് കേൾക്കാം. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായിട്ട് കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായിട്ട് കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ കാരാഗൃഹത്തിലോ രോഗാവസ്ഥയിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കുട്ടികളെ, നമ്മൾ ഈ ബൈബിൾ വചനം ഇതിനു മുമ്പ് കണ്ടതാണ്. നമ്മൾ ഇതിന് കഴിഞ്ഞുപോയ പാഠത്തിലും നമ്മൾ ഇതേ ബൈബിൾ വചനം കണ്ടതാണ്. എന്താണ് ബൈബിൾ വചനത്തിലൂടെ പറയുന്നത്? ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ എളിയവർക്കുള്ള സേവനമാണ് സമർപ്പിതർ നമ്മുടെ സഭയിലും സമൂഹത്തിലും നടത്തുന്നത്. നമ്മൾ സമർപ്പിതരെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടത് മിശിഹായിലുള്ള പൂർണ്ണവും സമ്പുഷ്ടവുമായ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമേകാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചതാണല്ലേ. മിശിഹായിലുള്ള പൂർണ്ണവും സമ്പുഷ്ടവുമായ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമേകാനാണ് ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിളി വളരെ പ്രത്യേകമായ വിധത്തിൽ തങ്ങളിൽ സാക്ഷാത്കരിക്കുന്നവരാണ് സമർപ്പിതരെന്ന് പറയുന്നത്. നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷേ സവിശേഷമായ വിധത്തിൽ ഈ വിളിക്ക് പ്രത്യുത്തരം നൽകുന്നവരാണ് സമർപ്പിതർ എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മളെ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കൂട്ടുകാരനാണ്. അവൻ്റെ പേര് റോബർട്ട് എന്നാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സെമിനാരിയിലൊക്കെ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ എതിർത്ത് സംസാരിച്ചവനാണ് റോബർട്ട്. ഇന്ന് സാറ് പറയുന്നത് റോബർട്ട് എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. എനിക്കറിയാം റോബർട്ട് എവിടെയാണ്. ഇന്ന് റോബർട്ട് ഫാദർ റോബർട്ടാണ്. അപ്പോൾ സാറ് പറഞ്ഞത് നമ്മൾ സെമിനാരിയിൽ പോകുന്ന കാര്യം വൈദികനാകണമെന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ ആദ്യം വിമർശനം ഉന്നയിക്കുന്നതും വിമർശിക്കുന്നതും ഈ റോബർട്ടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് റോബർട്ടിനെ ദൈവം പ്രത്യേകമായി വിളിച്ച്, റോബർട്ട് ഇന്ന് CMI സഭയിലാണ്, ഒരു വൈദികനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴാണ് നമ്മളെ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതാണ് ദൈവവിളിയുടെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും കാതോർത്ത് ഇങ്ങനെ ഇരിക്കണം. സാമുവേലിനെ വിളിച്ച പോലെ, ദൈവം വിളിച്ച പോലെ അല്ലേ? അനേകം പ്രാവശ്യം വിളിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്നെ നിങ്ങളെയൊക്കെ വിളിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തവരാണ്. ഇതൊരു ആത്മദാനമാണ്. നമ്മൾ ആദ്യം കണ്ടു, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ഇതൊരു മൂലധനമാണ്. എന്താണ് മൂലധനം? സമർപ്പിത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലധനമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊക്കെ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ഇന്ന് ഫുട്ബോൾ പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ ഒത്തിരിയേറെ അവരെ ആരാധിക്കുന്ന കുട്ടികളൊക്കെയുണ്ട്. മെസ്സിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ ഫാൻസ് ആയിട്ടുള്ള ഒത്തിരിയേറെ പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫിലിപ്പ് മൊർലിൻ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു താരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 18 ഗോളുകൾ നേടിയ ഏറ്റവും പ്രശസ്തനായ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഫിലിപ്പ്.
മൾറൈൻ ഫിലിപ്പ്. അദ്ദേഹം ഒരു ഐറിഷ്കാരനായിരുന്നു. ഇന്ന് അദ്ദേഹം വൈദികനാണ്. ഒരു ലോകപ്രശസ്തരായ ഫുട്ബോൾ പ്ലെയറായി നിൽക്കുന്ന സമയത്താണ് ഈ ഫിലിപ്പ് മൾറൈനെ വിളിച്ചത്. ആ വിളിക്ക് പ്രത്യുത്തരം നൽകി അദ്ദേഹം ഇന്ന് കത്തോലിക്ക സഭയിലെ ഒരു വൈദികനായി ജീവിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, ഡൊളോറസ് ഹാർട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോളിവുഡിലെ ഒരു താരമായിരുന്നു, ഒരു നടിയായിരുന്നു ഡൊളോറസ് ഹാർട്ട്. ഏറ്റവും കത്തിജ്വലിച്ച് നിന്നിരുന്ന ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ കത്തിജ്വലിച്ച് നിന്നിരുന്ന അവരാണ് സമർപ്പിത ജീവിതത്തിലൂടെ പോയിട്ട് ഇന്നൊരു സിസ്റ്ററായിട്ട് സഭയ്ക്ക് സേവനം അനുഷ്ഠിക്കുകയാണ്. ഒത്തിരി പേർ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് വട്ടാണ്, ഒത്തിരിയേറെ ധനം നിനക്ക് കിട്ടുന്നില്ലേ, ഫേമസ് ആണ് നീ, ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് യു ഹേർഡ് വാട്ട് യു ഹിയർ യു ഷുഡ് കം ടു. ഇഫ് യു ഹേർഡ് വാട്ട് യു ഹിയർ യു ഷുഡ് കം ടു. എന്താണ് ഞാൻ കേട്ടത് അത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളും എൻ്റെ മാർഗത്തിലൂടെ വരും. എന്താ അതിൻ്റെ അർത്ഥം? ഈ ഡൊളോറസ് ഹാർട്ട് എന്ന് പറയുന്ന ഈ നടിയെ ദൈവം വിളിച്ചതാണ്, പ്രത്യേകമായി വിളിച്ചതാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരികളോട് പറഞ്ഞത്, എന്നെ വിളിച്ച ആ വിളി നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും വരുമായിരുന്നുവെന്ന്. അതുപോലെ തന്നെ ഒലേല ഒലിവറോസ് എന്ന് പറയുന്ന സ്പാനിഷ് ആക്ട്രസും മോഡലും, സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് വരെ ഉണ്ടായിരുന്നു അവർക്ക്, സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ്, അത്രയും പ്രശസ്തയായ ഒരു മോഡലായിരുന്നു അവർ, ഒലാല ഒലിവറോസ്. അവരും ഇന്നൊരു സിസ്റ്ററാണ്, കത്തോലിക്ക സഭയിൽ സേവനം ചെയ്യുന്ന ഒരു സന്യാസിനിയാണ്, ഒരു സമർപ്പിതയാണ്. ആ ഫെയിമായിട്ടിരിക്കുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് പ്രത്യേകമായിട്ട് അവരെ ഈശോ വിളിക്കുന്നത്. അവരെയും ഒത്തിരി പേര് കളിയാക്കി, അവരുടെ കൂട്ടുകാരൊക്കെ കളിയാക്കി അവരോട്. എന്ത് വിഡ്ഢിത്തമാണ്, എന്ത് തീരുമാനമാണ്, എന്ത് റോങ് ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ദ ലോഡ് ഈസ് നെവർ റോങ്. അവരുടെ ആപ്തവാക്യം ഇതായിരുന്നു, ദ ലോഡ് ഈസ് നെവർ റോങ്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. എന്നെ വിളിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, കാരണം ദൈവത്തിന് തെറ്റുപറ്റില്ല എന്നാണ് അധിക്ഷേപിച്ചവരോട് അവർ പറഞ്ഞത്. അമഡ റോസ് പെരസ് എന്ന് പറയുന്ന കൊളംബിയൻ മോഡൽ ഇതേപോലെയുള്ള ഒരു സിസ്റ്ററായിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മോഡലായിരുന്നു അവർ. അവരുടെ പേരാണ് അമഡ റോസ് പെരസ്. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച്, എല്ലാ പണവും പ്രശസ്തിയും എല്ലാം ഉപേക്ഷിച്ച് ഇന്നവർ കത്തോലിക്ക സഭയിലെ ഒരു സിസ്റ്ററാണ്. അവർ പറഞ്ഞത്, നൗ ഐ ലിവ് ഇൻ പീസ് എന്നാണ്. ഇപ്പോൾ ആണ് എനിക്ക് യഥാർത്ഥമായ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പ്രിയകുട്ടികളെ, എന്താണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇതൊരു വിളിയാണല്ലേ, സവിശേഷമായ ഒരു വിളിയാണ് സമർപ്പിത ജീവിതം. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ സിസ്റ്റേഴ്സ് ആകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഈ കാണുന്ന ഈ മായാ ലോകത്തിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അവിടെ പണമോ പ്രശസ്തിയോ അല്ലെങ്കിൽ ആരാണ് ഞാൻ, പൊസിഷനോ വിദ്യാഭ്യാസമോ ഒന്നും മാനദണ്ഡങ്ങളെയല്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കണം ആ വിളി കേൾക്കാൻ വേണ്ടി. ഒരിക്കലും നിങ്ങളത് മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ആൺകുട്ടികളൊക്കെ ദൈവവിളിയിൽ നിങ്ങളെല്ലാം വളർന്നു വരണം. നമ്മുടെ സഭയിലും സമൂഹത്തിലും ഒത്തിരിയേറെ ദൈവവിളികൾ നമ്മൾക്ക് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് സമർപ്പിതരെക്കുറിച്ച് ഒരു മനോഹരമായൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ തിരിച്ചു വരാം. എൻ്റെ ദൈവവിളി ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. എനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ ഈ സമർപ്പിത ജീവിതം. താതന്റെ ഹിതത്തിന് സ്വയം സമർപ്പിക്കലാണ്. ഈശോയോടൊപ്പം സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള വിളിയാണ്. യുഗാന്ത്യം വരെ കുഞ്ഞാടിനെ അനുഗമിക്കലാണ്. എന്നെ സ്നേഹിക്കുന്ന ഈശോയോടൊപ്പമുള്ള യാത്രയാണ്. ലോകത്തിന്റെ അതിർത്തിയോളം മിശിഹായുടെ കൽപ്പനയനുസരിച്ച് കരുണയുടെ പ്രഘോഷകയും സുവിശേഷത്തിന്റെ വാഹകയുമാകുവാൻ. ഈശോ മിശിഹ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ ആരുടെയും സ്വന്തമല്ല, എന്നാൽ എല്ലാവരും എന്റെ സ്വന്തമാണ്. ഭൂമിയുടെ ഉപ്പായി അലിഞ്ഞു തീരുവാനും ലോകത്തിന്റെ പ്രകാശമായി എരിഞ്ഞു തീരുവാനുമുള്ള ഒരു ജീവിതം. സ്വാർത്ഥതയുടെ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്നേഹത്തിന്റെ അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെടേണ്ട ജീവിതം. തളർന്ന കൈകൾക്കും മുടന്തുള്ള കാലുകൾക്കും ബലമേകാൻ. അഗതി മക്കളിൽ ഈശോയെ കണ്ട് അവരെ സ്നേഹിക്കുക. ഉറ്റവരും ഉടയവരുമില്ലാത്ത അനേകം മക്കൾക്ക് അമ്മയും സ്നേഹിതയും സഹോദരിയുമാവുക. അഗതികളുടെ നിലവിളിക്കുള്ള ഉത്തരമാണ്. ഭക്തനായവൻ എന്നിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ എത്രയോ ഭാഗ്യവതിയാണ്. ഇത് വെറും ഒരു തൊഴിലല്ല, ജീവിതം തന്നെയാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ജീവിതം.
വെല്ലുവിളികൾ നിറഞ്ഞതും. ജീവിച്ചാലും മരിച്ചാലും ഈശോയ്ക്ക് വേണ്ടി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോഴും ഒരു സമർപ്പിതയായി തീരാനാണ് എൻ്റെ ആശ. സമർപ്പിതം 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 സമർപ്പിതം. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള പ്രേഷിത പ്രവർത്തന മാർഗങ്ങളാണ് സമർപ്പിതർ നമ്മുടെ സഭയിലും സമൂഹത്തിനു വേണ്ടി നൽകുന്നത്. ഏറ്റവും വലിയ പ്രേഷിതനായ ഈശോയെ പോലെ എല്ലാ സമർപ്പിതരും പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ഐക്യത്തിൽ വളരണം എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രേഷിതനായ ഈശോയെ പോലെ എല്ലാ സമർപ്പിതരും പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ഐക്യത്തിൽ വളരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ പ്രഘോഷിക്കുന്ന സമർപ്പിതർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചറിയണം. സമർപ്പിതർ ലോകത്തിനും മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. സമർപ്പിതർ ചെയ്യുന്നതും അതുതന്നെയാണല്ലേ. സേവനത്തോടൊപ്പം തന്നെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥന ആയിട്ടാണ് സമർപ്പിതരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തനം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളോട് പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്കറിയാവോ? ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തനം എന്താണെന്ന്? പാപികളുടെ മാനസാന്തരത്തിനും രോഗികളുടെ സൗഖ്യത്തിനും ലോകത്തിൻ്റെ സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തനം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അതുപോലെ തന്നെ രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തനം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സമർപ്പിതർ, നമ്മളുടെ ചുറ്റുമുള്ള സമർപ്പിതർ, നമ്മുടെ സഭയിലുള്ള സമർപ്പിതർ എല്ലാം സത്യത്തിൽ പ്രേഷിതരല്ലേ? തീർച്ചയായിട്ടും അതെ. അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ആതുര ശുശ്രൂഷ രംഗത്ത് രോഗികളെ പരിചരിച്ചും ആസ്പത്രികളിലും അതുപോലെ തന്നെ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ യഥാർത്ഥ പ്രേഷിതർ തന്നെയാണ്. ഇനി ഏതാണ് അവരുടെ പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ എന്ന് നമ്മൾക്ക് നോക്കണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രേഷിത പ്രവർത്തന മാർഗങ്ങളുടെ ഒന്നാമത്തെ മേഖല ഇടവക പ്രേഷിതത്വമാണ്. അതെന്താണ് കാരണം നിങ്ങൾക്കറിയാവോ? നമ്മുടെ എല്ലാ ഇടവകയിലും പള്ളിയോട് ചേർന്നൊരു മഠമുണ്ടാകും അല്ലേ? സിസ്റ്റേഴ്സിൻ്റെ ഒരു ഭവനമുണ്ടാകും. അപ്പോൾ ആ ഇടവകയിലെ പ്രേഷിത പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്നതാരാ? നമ്മുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണല്ലേ. എല്ലാ കാര്യങ്ങളിലും അവർ ആത്മീയ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ വികാരി അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് കാണാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കാണാറുണ്ടല്ലേ. നമ്മളെ അധികവും 4ാം ക്ലാസ്സിലൊക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ഒരുക്കിയതാരാ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണല്ലേ. അപ്പോൾ ഇടവകയിൽ നിന്നാണ് അവരുടെ പ്രേഷിത പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് സന്യാസ ഭവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇടവകയിലാകാതിരിക്കില്ല, ഇടവകയിൽ തന്നെയായിരിക്കും. ഇടവകയിലെ വികാരിയോടും സഹകാരികളോടും ഇടവകയുടെ സമുന്നതമായ വികസന പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. അപ്പം ആദ്യത്തെ പ്രേഷിത പ്രവർത്തന മേഖല ഇടവകയാണ് നമ്മളുടെ സമൂഹത്തിൽ അല്ലേ. രണ്ടാമത്തെ പ്രേഷിത പ്രവർത്തന മേഖല മതബോധന പ്രേഷിതത്വമാണ്. ഒന്നാമത്തേത് ഇടവക പ്രേഷിതത്വം, രണ്ടാമത്തേത് മതബോധന പ്രേഷിതത്വം. മാമോദിസായിലൂടെ ലഭിച്ച വിശ്വാസ വെളിച്ചം, വിശ്വാസത്തിന് തെളിവും ജീവനും ലഭിക്കത്തക്ക വിധത്തിൽ ബാലന്മാർക്കും യുവജനങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൗലിക തത്വങ്ങളും സഭയുടെ പ്രബോധനങ്ങളും പകർന്നു കൊടുക്കുന്നത് മതബോധന ക്ലാസ്സുകളിലാണെന്ന് നമ്മൾക്കറിയാം അല്ലേ. അതാണ് മതബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് മുൻകൈ എടുക്കുന്നവരാരാണ്? ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് ഇന്ന് മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് അതിനെ ജ്വലിപ്പിക്കുന്ന പ്രവർത്തന മേഖലയിലും അവർ പങ്കുചേരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടത് ഇടവക പ്രേഷിതത്വത്തിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു. രണ്ടാമത് മതബോധന പ്രേഷിതത്തിലും അവർ ഇടവകയോട് ചേർന്ന് ഇടവക ജനങ്ങളെയും അവിടുത്തെ കുഞ്ഞുങ്ങളെയും എല്ലാം വിശ്വാസത്തിൽ വളർത്തുന്നതിനും അവർ പരിശ്രമിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു മേഖലയുണ്ട്. ഒന്നാമത്തേത് എന്തായിരുന്നു? ഇടവക പ്രേഷിതത്വം. രണ്ടാമത്തേത് മതബോധന പ്രേഷിതത്വം. മൂന്നാമത്തേത് കുടുംബ പ്രേഷിതത്വം. എന്താണ് ഈ കുടുംബ പ്രേഷിതത്വം? വ്യക്തികളും കുടുംബങ്ങളുമാണ് സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് നമ്മൾക്കറിയാമല്ലേ. കുടുംബങ്ങളെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ഗാർഹിക സഭ എന്നാണല്ലേ. കുടുംബ പ്രേഷിതത്തിൻ്റെ ഒരു പാഠം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടതാണ്. ജീവനെ സ്വാഗതം ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും വളർത്തുന്നതും കുടുംബങ്ങളിലാണ്. ജീവൻ്റെ മൂല്യം അല്ലേ
ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട ജീവൻ്റെ മൂല്യമൊക്കെ പകർന്നു കൊടുക്കുന്നതും ജീവൻ ഉത്ഭവിക്കുന്നതുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിൽ നിന്നാണല്ലേ. അതിനാൽ കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെപ്പറ്റി അറിവ് നൽകാനും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്താനും തകർന്ന കുടുംബ ബന്ധങ്ങളെ പുനരുദ്ധരിക്കാനും കുടുംബ പ്രേക്ഷിതത്വം വഴി സമർപ്പിതർക്ക് സാധിക്കുന്നു. നമ്മൾക്കറിയാം എത്രയോ സിസ്റ്റേഴ്സാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്. തകർന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി. നമ്മൾക്കറിയാം നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ഒത്തിരിയേറെ സെക്റ്റുകളിലേക്കൊക്കെ പോകുന്ന കുടുംബങ്ങളൊക്കെയുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിത്യമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ നമ്മളുടെ സിസ്റ്റേഴ്സ് എടുക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലേ, അവരുടെ ഒരു ത്യാഗം ഈ കുടുംബ പ്രേക്ഷിതത്വത്തിൽ അവർ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് തീർത്ത് നമ്മളെ ബോധവാന്മാരാക്കിയിരിക്കണം. അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും വേണ്ടിയൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അപ്പോൾ 1, ഇടവക പ്രേക്ഷിതത്വത്തിൽ അവരുടെ പ്രവർത്തനം; 2, മതബോധനത്തിൽ അവരുടെ പ്രവർത്തനം; 3, കുടുംബ പ്രേക്ഷിതത്വത്തിൽ എങ്ങനെയാണ് അവർ ഇടപെടുന്നത്, അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. 4, സാമൂഹ്യ സേവനമാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞാൽ തീരില്ല അല്ലേ. എന്താണ് നമ്മളിപ്പോൾ കണ്ടത് തന്നെ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചത് അതുതന്നെയാണ്. ആ വാക്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് അവർ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് വന്നത് എന്ന് നമ്മൾക്കറിയാം. ഇതൊരു പ്രത്യേകമായ വിളിയായിരുന്നു. എന്താണ്? എൻ്റെ എളിയ സഹോദരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. ബൈബിൾ വചനം മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിമറിച്ച ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മൾ 11-ാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ. എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? ഫ്രാൻസിസ് അസീസിയെ വിളിച്ചത് അല്ലേ. ഫ്രാൻസിസ് അസീസിക്ക് മാനസാന്തരം ഉണ്ടാകാൻ കാരണമായ ദൈവവചനം, ഫ്രാൻസിസ് സേവ്യർ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായ ദൈവവചനം. ഇങ്ങനെ ദൈവവചനം മനുഷ്യൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നു അല്ലേ. അതാണ് നമ്മൾ ഇതിലും കാണുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ സേവനമെന്ന് പറയുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഈ സന്യസ്തരുടെ പ്രേക്ഷിത പ്രവർത്തനം, സിസ്റ്റേഴ്സിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഇതിനൊക്കെ ഉപോത്ബലകമായി നിന്ന വചനം ഇതാണ്: എൻ്റെ എളിയ സഹോദരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനവും സുവിശേഷവൽക്കരണവുമാണെന്ന് പറയാൻ കാരണം. മുറിവുകൾ വെച്ച് കെട്ടുന്ന നമ്മളുടെ സിസ്റ്റേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനൊരു പ്രാവശ്യം നമ്മളുടെ കരുണാലയം എന്ന് പറയുന്ന നമ്മൾക്കൊരു അഗതി മന്ദിരമുണ്ട്. അത് ചെമ്പേരിലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ക്യാൻസർ രോഗികൾ, ഉപേക്ഷിക്കപ്പെട്ടവരും ആരുമില്ലാത്തവരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു കരുണാലയം. ഞാൻ അവിടെ ഒരു ദിവസം പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു സിസ്റ്റർ ഒരു അമ്മച്ചിയുടെ മുറിവ് ഇങ്ങനെ വ്രണം ഒലിച്ചു വരുന്നതാണ്. എനിക്ക് ആ റൂമിൽ നിൽക്കാൻ സാധിച്ചില്ല. സത്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് നിൽക്കാൻ സാധിച്ചില്ല. അത്രമാത്രം മണമായിരുന്നു, പഴുത്ത് പൊട്ടിയൊലിക്കുന്ന ആ വ്രണം. ആ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ അമ്മച്ചിയുടെ മുഖത്താണ് കണ്ടത്. അമ്മച്ചി ആ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മച്ചിയുടെ 2 കണ്ണും നിറഞ്ഞൊഴുകുന്നതാണ് കാണാൻ സാധിച്ചത്. മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയ ഒരു അമ്മച്ചിയാണ്. അപ്പോൾ ആ അമ്മച്ചിയുടെ മുഖത്ത് ഈശോയുടെ മുഖം കണ്ടുകൊണ്ടാണ് ആ അമ്മച്ചിക്ക് അവിടെ നിന്ന് ആ സിസ്റ്റർ ശുശ്രൂഷ ചെയ്തത്. വ്രണം തുടയ്ക്കുന്ന സിസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രത്തിൽ മാനസിക രോഗികളായ ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മൾ മദർ തെരേസയൊക്കെ കാണിച്ചു തന്ന ഒരു വലിയ മാതൃക നമ്മുടെ മുൻപിലുള്ളപ്പോൾ അവർ ചെയ്യുന്ന സേവനത്തെക്കുറിച്ച് നമ്മൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും വലിയ സേവന മേഖലയിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾക്ക് നിശേഷം പറയാൻ സാധിക്കും. നമ്മൾക്കറിയാം. കാരണം നമ്മളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാനും നിങ്ങളുമെല്ലാം അവരുടെ സേവനം അനുഭവിച്ചിട്ടുള്ളവരാണ്. അവരുടെ സേവനം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചോ അവർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആതുര ശുശ്രൂഷ രംഗത്താണെങ്കിലും രോഗി പരിചരണത്തിലാണെങ്കിലും ഒക്കെ അവർ ചെയ്യുന്ന സേവനങ്ങൾ, കുഷ്ഠരോഗികളെ നോക്കുന്ന സിസ്റ്റേഴ്സ്. നിങ്ങൾ താരെ ജമീൻ പർ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അമീർ ഖാൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. ആ താരെ ജമീൻ പർ എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്തത് പഞ്ചഗനി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. മഹാരാഷ്ട്രയുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. 180 കിലോമീറ്റർ ഹിൽ ടോപ്പിലേക്ക് പോകണം. ഞാൻ ആ പഞ്ചഗനിയിൽ ഒരു നേഴ്സിംഗ് കോളേജുണ്ട്, ഞാൻ അവിടെ പോകാനിടയായി. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ആസ്പത്രി ഉള്ളത്. അത് നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുഷ്ഠരോഗ ആസ്പത്രിയിൽ, ഇന്നും കുഷ്ഠരോഗികൾ നമ്മൾക്കിടയിൽ ഉണ്ട് എനിക്ക് മനസ്സിലാകുന്നത് ആ പഞ്ചഗനി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ്. അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്, സത്യത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ ചെയ്യുന്ന സേവനങ്ങൾ കണ്ടപ്പോൾ.
അപ്പോൾ അത്രമാത്രം വലുതാണ്. ആ കുഷ്ഠരോഗികളിലെല്ലാം ഈശോയുടെ കാലത്തൊക്കെ കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കഥയൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ, അന്നു മുതലുണ്ടായിരുന്ന കുഷ്ഠരോഗികളെ. അപ്പോൾ അതേ പ്രവർത്തനം ഈശോയുടെ ആ പാത പിന്തുടർന്നുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ആ കുഷ്ഠരോഗികളുടെയൊക്കെ മുഖത്ത് ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് ചെയ്യുന്ന സേവനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല പ്രിയ കുട്ടികളെ. അതാണ് നമ്മളുടെ മിഷൻ പ്രവർത്തനത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ. എത്രമാത്രം നമ്മൾക്ക് ബഹുമാനത്തിന് ഇടയാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമ്മൾ 3-4 പോയിന്റുകൾ മാത്രമേ ഈ പാഠത്തിൽ കണ്ടുള്ളൂ. 1, കുടുംബ പ്രേഷിതത്വം. 2, മതബോധന പ്രേഷിതത്വം. ഇടവക പ്രേഷിതത്വം. പിന്നെ നമ്മൾ കണ്ടത് ആതുര ശുശ്രൂഷ രംഗമാണ്. സാമൂഹ്യ സേവനത്തിലൂടെ അവർ പ്രേഷിതരായി മാറുന്നത് നമ്മൾ കാണാൻ സാധിച്ചു. മിഷൻ പ്രവർത്തനം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമ്മുടെ സിസ്റ്റേഴ്സ് ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മിഷണറിമാരായി ജോലി ചെയ്യുകയാണ്. മിഷൻ പ്രവർത്തനത്തിൽ കുത്തേറ്റു മരിച്ച റാണി മരിയ സിസ്റ്ററിനെയൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ജീവത്യാഗം വരെ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. 12ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഇടവക വൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ ബലിയോട് സഹകാരികളാകാനാണെങ്കിൽ അതേ ബലിയോട് സഹകാരികളായി സ്വന്തം ജീവൻ തന്നെ നൽകാൻ വേണ്ടിയുമാണ് നമ്മളുടെ സമർപ്പിതരും സിസ്റ്റേഴ്സുമൊക്കെ ആ ഒരു അന്തസ്സിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഓർക്കാം. അപ്പോൾ ഇടവക പ്രേഷിതത്വത്തിലൂടെ, മതബോധന പ്രേഷിതത്വത്തിലൂടെ, കുടുംബ പ്രേഷിതത്വത്തിലൂടെ, മിഷൻ പ്രവർത്തനങ്ങളിലൂടെ, ആതുര ശുശ്രൂഷയിലൂടെയൊക്കെ സേവനം ചെയ്യുന്നവരെ നമ്മൾക്ക് ഓർക്കാം. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും അവർക്ക് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള ശക്തിയും കൃപയും നൽകണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം നമ്മൾക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം അല്ലേ. നിത്യപുരോഹിതനായ ഈശോയെ, നിൻ്റെ സഭയിലും സമൂഹത്തിലും സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെയും സമർപ്പിതരെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒത്തിരിയേറെ ദൈവവിളികളുണ്ടായി സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ സമർപ്പിതരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അൽമായ പ്രേക്ഷിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരോ ജീവിതാശസ്സിലൂടെ നിന്നെ സ്തുതിക്കുവാൻ അവരെ പോലെ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. ആമേൻ. നിങ്ങൾക്ക് ഈ ആഴ്ച മുഴുവൻ ധ്യാനിക്കാൻ വേണ്ടി ഒരു വചനം കിട്ടുകയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവായ ഈശോ മിശിഹായെ നാം കാത്തിരിക്കുന്നു. ആ പൗരത്വത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലേ. സ്വർഗത്തിലെ പൗരത്വം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ നമുക്കൊരു നല്ല തീരുമാനമെടുക്കണ്ടേ? എന്താണ്? അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കി 3 വ്രതങ്ങൾ പാലിച്ചവരാണ് സമർപ്പിതർ. അതുപോലെ നമ്മൾക്കും അതിനുള്ള കടമയുണ്ട്. ഏതിന്? അനുസരിക്കാനും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ദാരിദ്ര്യ വ്രതങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ പ്രേക്ഷിതരായി മാറുന്നത്. സ്വന്തമാക്കേണ്ട മനോഭാവങ്ങൾ. സമർപ്പിത ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നു. സമർപ്പിതരെ ആദരവോടെ വീക്ഷിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള മനോഭാവം നമ്മൾക്ക് സ്വന്തമാക്കാം. സമർപ്പിതരോട് അടുപ്പവും സ്നേഹവും പുലർത്തും എന്ന് നമ്മൾക്കൊരു പ്രതിജ്ഞ ചെയ്യാം. പ്രിയ കുട്ടികളെ, ഈ പാഠത്തിൽ 3 ചോദ്യോത്തരമാണ് 2ാം ഭാഗത്ത് ഉള്ളത്. ഇടവകയിൽ സമർപ്പിതരുടെ പങ്കെന്ത്? നിങ്ങൾ ഉത്തരം എഴുതുക. കുടുംബ പ്രേക്ഷിതത്വത്തിലെ സമർപ്പിതരുടെ പങ്ക്, അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. നമ്മളിപ്പോൾ കണ്ടതാണല്ലേ സമർപ്പിതർ ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങൾ അല്ലേ. ഒത്തിരിയേറെ സാമൂഹ്യ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് നിങ്ങൾ നോട്ടെഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഏറ്റവും അധികമായി നമ്മൾക്ക് സമർപ്പിതരോടുള്ള ബഹുമാനം നിലനിർത്തണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയും കടപ്പാട് നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ നല്ല ദൈവവിളികൾ നമ്മളുടെ ഇടയിൽ നിന്ന് ഉണ്ടായി വരാൻ വേണ്ടിയും നമ്മൾക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ. വീണ്ടും ഒരു ദിവസം നമ്മളെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടവരുത്തുമെന്ന പ്രത്യാശയോടുകൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.